ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സേമിയ കൊണ്ട് നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ഉപ്പുമാവാണ്. അപ്പോൾ നമ്മളിവിടെ എടുക്കുന്നത് പായസം വയ്ക്കുന്ന ആ സേമിയ തന്നെയാണ്. ഒട്ടും ഒട്ടി പിടിക്കാതെ കട്ടയൊന്നുമില്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് സേമിയ ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ചൂടായ ചീനച്ചട്ടിയിലേക്ക് ഞാനൊരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണമെങ്കിലും ചേർക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്താലും മതിയാകും. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് അളവിൽ സേമിയ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. വറുത്ത സേമിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാവും കേട്ടോ. പിന്നെ വറുക്കേണ്ട ആവശ്യമില്ലല്ലോ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. തീ കൂടിപ്പോയാൽ കരിഞ്ഞു പോകും. ഈ സേമിയയുടെ കളറൊക്കെ ഒന്ന് മാറി വരണം. അതുവരെ നമ്മളിതൊന്ന് തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിപ്പോൾ ഏകദേശം 3 മിനിറ്റ് സമയമായി. സേമിയയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് ഈ സേമിയ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി അതേ പാത്രത്തിൽ തന്നെ 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഏത് ഓയിൽ വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ അളവിലാണ് കടുക് ചേർത്ത് കൊടുക്കുന്നത്. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് പൊട്ടുകടല ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിലാണ് പൊട്ടുകടല ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പൊട്ടുകടല നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കളർ ഒന്ന് ചേഞ്ചായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവിലാണ് നട്ട്സ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 തണ്ട് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. കറിവേപ്പില നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്ത ഇഞ്ചി ചേർത്ത് കൊടുക്കാം. 1 ഇഞ്ച് നീളത്തിലെടുത്ത ഇഞ്ചിയാണ് ചെറുതായി അരിഞ്ഞത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കൂടെ തന്നെ 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞോ അരിയാതെയോ ചേർത്ത് കൊടുക്കാം. അറ്റം പിളർന്ന പച്ചമുളകാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തത്. പച്ചമുളകിൻ്റെ അരി പൊട്ടിത്തെറിച്ച് ദേഹത്ത് വീഴാതെ ശ്രദ്ധിക്കണം. ഞാൻ അതുകൊണ്ടാണ് ഇതൊന്ന് അടച്ചു വെച്ചത്. പച്ചമുളക് നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്തെടുത്ത ഉള്ളി അങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 സവാള ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. സവാള ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കണം. സവാള പകുതി വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്ത ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് 1/2 കപ്പ് അളവിലാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. ക്യാരറ്റും സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. ക്യാരറ്റൊക്കെ നല്ലതുപോലെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന ആ സേമിയ അങ്ങ് ചേർത്ത് കൊടുക്കാം. സേമിയ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ സേമിയ വെന്ത് കിട്ടാനുള്ള വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സേമിയ വെന്ത് കിട്ടാനുള്ള വെള്ളം എന്ന് പറയുന്നത് എൻ്റെ കണക്കനുസരിച്ചിട്ട് ഇതിൻ്റെ നെകക്കെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഈ സേമിയയുടെ ലെവലിൽ വെള്ളം നിൽക്കണം. അതാണ് പരുവം. വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഈ ഉപ്മാ കറക്റ്റ് പാകത്തിന് കിട്ടില്ല കേട്ടോ. വെള്ളം കൂടിക്കഴിഞ്ഞാൽ കട്ട പിടിച്ച് കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വെള്ളം കറക്റ്റായിട്ട് ചേർക്കുക. വെള്ളം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ വെന്ത് കിട്ടുകയില്ല. അതുകൊണ്ട് ലെവലിൽ വെള്ളം നിൽക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇത് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. തിളച്ച് വരുമ്പോൾ 2 മിനിറ്റ് സമയം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. അടച്ചു വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. 2 മിനിറ്റ് സമയം കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. അല്പം കൂടി വെന്ത് കിട്ടാനുണ്ട്. വീണ്ടും നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഒരു 2 മിനിറ്റ് സമയം കൂടി ചെറിയ തീയിലൊന്ന് വെന്ത് കിട്ടിയാൽ മതി. 2 മിനിറ്റ് സമയം കഴിഞ്ഞ് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഉപ്മാ ഒക്കെ നല്ല കറക്റ്റ് പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി അറിയിക്കണം. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.